നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വഖഫിന്റെ പേരിൽ ലീഗ് ഒഴുക്കുന്നത് കള്ളക്കണ്ണീരാണെന്ന മന്ത്രി വി അബ്ദുറഹ്മാൻ. വഖഫ് സ്വത്തുകൾ കൈയടക്കിയവർക്കെതിരെ ലീഗ് നടപടിയെടുക്കുന്നില്ല. ലീഗ് സമുദായത്തെ വഞ്ചിക്കുകയാണെന്നും സമരത്തിലൂടെ ബോധ്യമായെന്നും മന്ത്രി. വിവരക്കേടിന്റെ പര്യായമാണ് ലീഗെന്നും മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞു. കൊറിയർ പാഴ്സൽ സംവിധാനങ്ങളുടെ മറവിൽ മയക്കുമരുന്ന് കടത്ത് വ്യാപകമാകുന്നുവെന്ന് പരാതി. എക്സൈസ് പരിശോധന ആരംഭിച്ചു. പരിശോധന നടത്തുന്നത് മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ. പരിശോധന ജില്ല മുഴുവൻ വ്യാപിപ്പിക്കും. +1 79 താൽക്കാലിക അധ്യാപക ബാച്ചുകൾ അനുവദിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെയും ആവശ്യം അനുസരിച്ച സയൻസ് ബാച്ചുകളുടെ എണ്ണം 20 ആക്കി. കൊമേഴ്സിന് 10ഉം ഹ്യൂമാനിറ്റീസിന് 49ഉം അധിക ബാച്ചുകൾ. താനൂർ മണ്ഡലത്തിലെ സമ്പൂർണ്ണ കുടിവെള്ള പ്രവൃത്തിയുടെ 1ാം ഘട്ടം പൂർത്തീകരിച്ചു. 3 ടാങ്കുകളുടെ പണി അവസാന ഘട്ടത്തിൽ. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പൂർണ്ണമായും ശുദ്ധജലം ലഭിക്കുന്ന മണ്ഡലമായി താനൂർ മാറുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. കേരളത്തിൽ ഇന്ന് 3972 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിടെ 66,788 സാമ്പിളുകളാണ് പരിശോധിച്ചത്. മലപ്പുറം ജില്ലയിൽ 157 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വഖഫിന്റെ പേരിൽ ലീഗ് ഒഴുക്കുന്നത് കള്ളക്കണ്ണീരാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. വഖഫിന്റെ സ്വത്തുകൾ കൈയടക്കിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഒരു ലീഗ് നേതാവ് പോലും ആവശ്യപ്പെടാത്ത സമ്മേളനമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ലീഗ് സമുദായത്തെ വഞ്ചിക്കുകയാണെന്നും ഈ സമരത്തിലൂടെ ബോധ്യമായെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വ്യാഴാഴ്ച കോഴിക്കോട്ട് ലീഗ് സംഘടിപ്പിച്ച വഖഫ് സംരക്ഷണ റാലിയെക്കുറിച്ച് ലീഗിനെ അടിമുടി കുറ്റപ്പെടുത്തിക്കൊണ്ടും വിമർശിച്ചുമാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ വാർത്താസമ്മേളനം നടത്തിയത്. വഖഫിന്റെ പേരിൽ ലീഗ് ഒഴുക്കുന്നത് കള്ളക്കണ്ണീരാണെന്ന് മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞു. സമസ്തയെ ഉപയോഗിച്ച് വിഷയത്തെ രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള നീക്കമാണ് ലീഗിന്റേത്. സമുദായത്തെ വഞ്ചിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നതെന്നും അത് ഈ സമരത്തോടെ ബോധ്യമായിരിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഒരു സമുദായത്തെ വഞ്ചിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നലെ മുസ്ലിം ലീഗ് നടത്തിയ പ്രകടനം. ഇന്നലെ മുസ്ലിം ലീഗിലെ മത സംഘടനകൾ എന്ന പേരിൽ അവിടെ സ്റ്റേജിൽ കയറുന്ന ആളുകളുടെ ഏത് വഖഫ് സ്വത്താണ് വഖഫിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പറയാൻ കഴിയും? വിരലിൽ എണ്ണാവുന്ന 3ഓ 4ഓ കേസുകളാണ്. ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും അവരുടെ പ്രോപ്പർട്ടികൾ വഖഫിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനങ്ങൾ ചെയ്തിട്ടുണ്ടോ? മറ്റ് സംഘടനകൾ അവിടെ പങ്കെടുത്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇവിടെ പ്രധാനമായും വഖഫ് ബോർഡിന് ഏറ്റവും കൂടുതൽ സഹകരിക്കുകയും ചെയ്യുന്നത് കേരളത്തിലെ സുന്നി പ്രസ്ഥാനങ്ങളാണ്. ഒരു സംശയവും വേണ്ട. ഒരു സുന്നി പ്രസ്ഥാനത്തിന് വക്കാലത്ത് പിടിക്കുമെന്നല്ല, അതിൻ്റെ യാഥാർത്ഥ്യം അതാണ്. അപ്പോൾ ഇവർ തെരഞ്ഞെടുത്ത് വരേണ്ടത് സമസ്തയിൽ നിന്നുള്ള പ്രതിനിധികളായിരുന്നു. അവിടെയാണ് അവിഹിതമായി മുസ്ലിം ലീഗിലെ പാർട്ടി നേതാക്കളെ വഖഫ് ബോർഡിൽ റിക്രൂട്ട് ചെയ്യുകയും ഇത്രയും വലിയ അഴിമതികൾ നടക്കാനുള്ള പ്രധാന കാരണം അതുതന്നെയാണ്. കോഴിക്കോട്ട് വലിയ സമ്മേളനം സംഘടിപ്പിച്ചിട്ടും വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പറയാൻ ലീഗ് സമ്മേളനവേദി ഉപയോഗിച്ചില്ല. ജിഫ്രി തങ്ങളടക്കമുള്ള സമുദായ നേതാക്കളെ അവഹേളിക്കാനും മുഖ്യമന്ത്രിയെ അവഹേളിക്കാനും മാത്രമാണ് ലീഗ് സമയം കണ്ടെത്തിയത്. വഖഫ് സ്വത്തുക്കൾ അപഹരിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറയാൻ പോലും ലീഗ് തയ്യാറായിട്ടില്ല. അതിനർത്ഥം അഴിമതിയിൽ ജനിച്ച് അഴിമതിയിൽ വളർന്ന ലീഗ് അഴിമതിയിലൂടെ തന്നെ മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നാണ് ഇത് തെളിയിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമാണ് അവർ മുന്നോട്ട് വെച്ചത്? കേരള സർക്കാരിനെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയും വളരെ മോശമായി ചിത്രീകരിക്കാനും സമസ്തയുടെ പരമോന്നതായ നേതാവായിട്ടുള്ള സയ്യിദ് മുത്തുക്കോയ തങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കാനും നേരിട്ട് പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ മാത്രമാണ് ആ സമ്മേളനത്തെ ഉപയോഗിച്ചത്. വഖഫുമായി ബന്ധപ്പെട്ട അതിൻ്റെ സംരക്ഷണമാണ് മുസ്ലിം ലീഗ് ഇന്നലെ ആഗ്രഹിച്ചതെങ്കിൽ ആ യോഗത്തിൽ പറയേണ്ടിയിരുന്നത് വഖഫ് സ്വത്തുക്കൾ അത് അപഹരിക്കാൻ കൂട്ടുനിന്ന മുസ്ലിം ലീഗിൻ്റെ ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന് പറയാനുള്ള ആർജവം കാണിക്കാൻ മുസ്ലിം ലീഗിന് ഇന്നലെയും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? അഴിമതിയിലൂടെ മുസ്ലിം ലീഗ് വീണ്ടും യാത്ര ചെയ്യുന്നു. അഴിമതിയില്ലാത്തൊരു പാർട്ടി സംവിധാനം മുസ്ലിം ലീഗിന് കഴിയില്ല എന്നുള്ള ഇന്നലെ തെളിയിച്ചിരിക്കുകയാണ്. വഖഫ് നിയമനം PSCക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ നൽകിയ കുറിപ്പിൽ പോലും ബില്ല് അവതരിപ്പിക്കരുതെന്ന് ലീഗ് ആവശ്യപ്പെട്ടിട്ടില്ല. നിലവിലുള്ള ആളുകൾ പെൻഷൻ ആവുന്ന മുറയ്ക്ക് മാത്രമേ PSC നിയമനം ആകാമെന്നായിരുന്നു കുറിപ്പിലുണ്ടായിരുന്നത്. ആ ലീഗാണ് ഇപ്പോൾ സമരം നടത്തുന്നത്. മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് പോലും തയ്യാറായത് ലീഗ് പറഞ്ഞിട്ടല്ല. കാന്തപുരവും ജിഫ്രി തങ്ങളും ആവശ്യപ്പെട്ടിട്ടാണെന്നും അത് ലീഗ് മനസ്സിലാക്കണമെന്നും
മന്ത്രി വ്യക്തമാക്കി. നിയമസഭയിൽ ഈ ബില്ല് പൈലറ്റ് ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട മലപ്പുറം അംഗം ഒരു ഡിസനിങ് നോട്ട് തന്നു. ആ നോട്ടിൽ ഈ ബില്ല് കൊണ്ടുവരേണ്ടതില്ല എന്നോ ഇത് വഖഫ് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിനെതിരാണോ എന്നൊരു വാക്കൊന്നും അവരുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞെന്താ, നിലവിലുള്ള ആളുകളെ പെൻഷനാവുന്ന മുറക്ക് PSCയിൽ അവർക്ക് അപ്പോയിൻമെൻ്റ് ആകാം എന്നാണ് ആ ഡിസെൻഡിങ് നോട്ടിലുള്ളത്. അപ്പോൾ കാര്യങ്ങൾ മറച്ചു വെക്കുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ അവർ കൃത്യമായി പഠിക്കാതെയാണ് ഈ കാര്യത്തിൽ എടുത്തു ചാടിയിട്ടുള്ളത്. കോഴിക്കോടിനെ ജനസാഗരമാക്കി ലീഗിന്റെ വഖഫ് സംരക്ഷണ റാലി. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിട്ട സർക്കാർ നിലപാടിനെതിരെ കോഴിക്കോട് കടപ്പുറത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ വഖഫ് സംരക്ഷണ റാലിയും പൊതുസമ്മേളനവും നടത്തി. പ്രതിഷേധത്തിൽ നിന്നും സമസ്ത പിന്മാറിയതിന് പിന്നാലെയാണ് ലീഗ് തനിച്ച് ശക്തമായി സമരമുഖത്തേക്ക് ഇറങ്ങിയത്. ഇടവേളയ്ക്ക് ശേഷം ലീഗ് സംഘടിപ്പിച്ച ഏറ്റവും ശക്തമായ പ്രതിഷേധത്തിനാണ് കോഴിക്കോട് കടപ്പുറം സാക്ഷ്യം വഹിച്ചത്. പ്രക്ഷോഭത്തിൽ നിന്നും സമസ്ത വിട്ടുനിന്നതിനാൽ തന്നെ സർക്കാരിനെതിരെ എന്ന് പറയുമ്പോഴും സമസ്തയ്ക്കെതിരായ പ്രതിഷേധം കൂടിയായിരുന്നു ലീഗ് നടത്തിയ വഖഫ് സംരക്ഷണ റാലി. സമുദായത്തിന്റെ ഐക്യത്തെ തൊട്ടുകളിക്കാനുള്ള നീക്കം നടക്കില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഭിന്നിപ്പുണ്ടാക്കി ഭരിക്കാനുള്ള വല്ല ഉദ്ദേശവുമുണ്ടെങ്കിൽ അതിനുള്ള വെള്ളം വാങ്ങിവെച്ചാൽ മതിയെന്നും കുഞ്ഞാലിക്കുട്ടി മുന്നറിയിപ്പ് നൽകി. സമുദായത്തിന്റെ ഒരു യൂണിറ്റിൽ കൂട്ടായ്മ അയിമലൊക്കെ തൊട്ട് കളിക്കണുണ്ടെന്ന് തോന്നിയപ്പോൾ ഒരിടങ്ങേറ് വന്നതാണ് ഈ കാണുന്നത്. അത് വിജയിക്കൂല. സമുദായ ഐക്യവും അതുപോലെ തന്നെ സാമുദായിക ഐക്യവും ഇത് രണ്ടും കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുന്ന മുസ്ലിം ലീഗിന്റെ പണി തുടരും. അവിടെ ബ്രിട്ടീഷുകാരന്മാര് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയായിട്ട് ഭരണകർത്താക്കൾ വന്നാൽ അത് നടക്കാൻ പോകുന്നില്ല. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി കൊണ്ട് ഇതിൽ വല്ല ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് വല്ല മുതലെടുക്കുക എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുള്ള മറുപടി കൂടിയാണ് എന്താ പറയുക ഈ കടപ്പുറത്ത് റാലി. വിഷയത്തിൽ സമസ്തയും ലീഗും പരസ്യ വിയോജിപ്പും വ്യത്യസ്ത നിലപാടുമായി രംഗത്ത് വന്നതിനാൽ സമുദായത്തിനിടയിൽ വിള്ളലുണ്ടാക്കാമെന്ന് ആരും കരുതേണ്ടെന്നും നിയമസഭയിൽ പാസാക്കിയ നിയമം സഭയിൽ തന്നെ പിൻവലിക്കണമെന്ന ഉറച്ച ശബ്ദമാണ് ലീഗിന്റേതെന്നും ലീഗ് ഉന്നതാധികാര സമിതി അംഗം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പരിപാടിയിൽ മറ്റു ലീഗ് നേതാക്കളായ PMA സലാം, MK മുനീർ, KPA മജീദ്, KM ഷാജി തുടങ്ങിയവരും പങ്കെടുത്തു. വഖഫ് നിയമം നിയമസഭയിൽ പിൻവലിക്കും വരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ തുടരാനാണ് ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം. കൊറിയർ പാഴ്സൽ സംവിധാനങ്ങളുടെ മറവിൽ മയക്കുമരുന്ന് കടത്ത് വ്യാപകമാകുന്നുവെന്ന് പരാതി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് വകുപ്പ് പരിശോധന തുടങ്ങി. മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് പരിശോധന നടത്തുന്നത്. മലപ്പുറം ടൗൺ പരിസരങ്ങളിൽ തുടങ്ങിയ പരിശോധന ജില്ല മുഴുവൻ വ്യാപിപ്പിക്കും. കൊറിയർ പാഴ്സൽ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് മയക്കുമരുന്ന് കടത്ത് വ്യാപകമാകുന്നതായുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലയിലെ ഇത്തരം കേന്ദ്രങ്ങളിൽ എക്സൈസ് വകുപ്പ് പരിശോധന നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ മലപ്പുറം ടൗൺ പരിസരങ്ങളിലുള്ള കൊറിയർ പാഴ്സൽ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. മലപ്പുറം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ്, പോലീസ് ഡോഗ് സ്ക്വാഡ് എന്നിവയുമായി ചേർന്ന് മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് പരിശോധന നടത്തുന്നത്. വരും ദിവസങ്ങളിൽ ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലും പരിശോധന തുടരുമെന്ന് എക്സൈസ് അറിയിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല. IB ഇൻസ്പെക്ടർ PK മുഹമ്മദ് ഷഫീഖ്, പ്രിവന്റീവ് ഓഫീസർമാരായ VK സൂരജ്, D ഫ്രാൻസിസ്, P രവീന്ദ്രനാഥ്, C ശ്രീകുമാർ, മായിൻകുട്ടി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനീഷ്, പള്ളത്ത് പ്രഭാകരൻ, സജി പോൾ, അലക്സ്, സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രശാന്ത്, വിബീഷ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. +1-ന് 79 താൽക്കാലിക അധിക ബാച്ചുകൾ അനുവദിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യമനുസരിച്ച സയൻസ് ബാച്ചുകളുടെ എണ്ണം 20 ആക്കി. കൊമേഴ്സിന് 10-ഉം ഹ്യൂമാനിറ്റീസിന് 49-ഉം അധിക ബാച്ചുകളാണ് അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് +1-ന് താൽക്കാലികമായി 79 അധിക ബാച്ചുകൾ അനുവദിച്ചതായി പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യമനുസരിച്ച് സയൻസ് ബാച്ചുകളുടെ എണ്ണം 20 ആക്കി ഉയർത്തി. കൊമേഴ്സിന് 10-ഉം ഹ്യൂമാനിറ്റീസിന് 49-ഉം അധിക ബാച്ചുകളാണ് അനുവദിച്ചിരിക്കുന്നത്. താലൂക്ക് അടിസ്ഥാനത്തിലുള്ള കണക്കെടുത്തതിനു ശേഷം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് സീറ്റ് സംബന്ധിച്ച കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചിരുന്നു. തുടർന്നാണ് സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പരാതികളും അപേക്ഷകളും പരിഗണിച്ചു. സയൻസ് ബാച്ചുകൾ അധികം വേണമെന്ന് ആവശ്യമുയർന്നിരുന്നു. ഈ പശ്ചാത്തലങ്ങളെല്ലാം പരിശോധിച്ചാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് മൊത്തം 79 അധിക ബാച്ചുകൾ അനുവദിക്കാൻ തീരുമാനിച്ചത്.
താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ച പശ്ചാത്തലത്തിൽ നിലവിലുള്ള വേക്കൻസികൾ കൂടി ഉൾപ്പെടുത്തി സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് ഡിസംബർ 14 മുതൽ അപേക്ഷ ക്ഷണിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ജനങ്ങളെ ഏറെ ബാധിക്കുന്ന കേരയിൽ പദ്ധതിക്കെതിരെ മുനിസിപ്പൽ മുസ്ലിം കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. സംഗമം കുറുക്കുളി മൊയ്തീൻ എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. തിരുത്തൃക്കണ്ടിയൂർ വില്ലേജിലെ 100-ലധികം കുടുംബങ്ങളാണ് പദ്ധതി വരുന്നതോടെ വഴിയാധാരമാകുന്നതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. തിരൂരിലെ ജനങ്ങളെ ഏറെ ബാധിക്കുന്ന കേരയിൽ പദ്ധതിക്കെതിരെ മുനിസിപ്പൽ മുസ്ലിം കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. തിരുത്തൃക്കണ്ടിയൂർ വില്ലേജിലെ 100-ലധികം കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്നതാണ് ഈ പദ്ധതി. വീടുകൾ നഷ്ടപ്പെടും, പള്ളികളടക്കമുള്ള നിരവധി ആരാധനാലയങ്ങൾ ഇല്ലാതാകുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. സംഗമം കുറുക്കുളി മൊയ്തീൻ എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. കേരയിൽ വിരുദ്ധ സമിതി സംസ്ഥാന വൈസ് ചെയർമാൻ ടി ഇസ്മായിൽ സംസാരിച്ചു. എല്ലാവരും സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അന്ന് എക്സ്പ്രസ് വേ വന്നിരുന്നെങ്കിൽ നമ്മുടെ സൈക്കിളുകാരനും നമ്മുടെ ബൈക്കുകാരനും ഓട്ടോറിക്ഷക്കാരനും ലോറിക്കാരനും ബസ്സുകാരനും കാൽനടക്കാരനും എല്ലാവർക്കും ഒരുപോലെ യാത്ര ചെയ്യാൻ പറ്റാവുന്ന ഒരു സംവിധാനം രൂപപ്പെടുകയായിരുന്നു. അപ്പൊ ഒരു മറുചോദ്യമുണ്ട്. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സിൽവർ ലൈനും അങ്ങനെ ഉപകാരപ്പെടില്ലേ എന്നാണ് ചോദ്യം. ഉത്തരം പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. എക്സ്പ്രസ് വേ കൊണ്ടുവരാൻ മെനക്കെട്ട ഒരു പാർട്ടിയുടെ വക്താക്കൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതിന് വസ്തുനിഷ്ഠമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ ഉത്തരം പറയാൻ മുസ്ലിം ലീഗുകാർക്ക് കഴിയും എന്നുള്ള ധീരമായ പ്രഖ്യാപനമാണ് ഈ സമരത്തിൽ മുൻപന്തിയിൽ നിൽക്കാൻ മുസ്ലിം ലീഗ് ഒരുമ്പെടുക എന്നുള്ളത് ഞങ്ങളെ ശ്രമിക്കുന്ന ഈ നാട്ടിലെ പൊതുസമൂഹം മനസ്സിലാക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരളത്തിൽ ഇബ്രാഹിം ഹാജി അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ എ.പി. നസീമ, എ.കെ. സൈതാലിക്കുട്ടി, കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി, പി.കെ. തങ്ങൾ, കെ.പി. ഹുസൈൻ, ബി.പി. ഉമർ, കെ.കെ. റിയാസ്, അസീം ചമ്ര, അൻവർ പാറയിൽ, കണ്ടാത്ത് മുഹമ്മദ് അലി, കെ.കെ. സലാം മാസ്റ്റർ, കെ. അബൂബക്കർ, പി.വി. സമദ്, യൂസഫ് പൂഴിത്തറ, സെയ്ദുൽ ഹാജി, കുഞ്ഞിപ്പ, കെ.ടി. സക്കീർ തുടങ്ങിയവർ സംബന്ധിച്ചു. വിവരക്കേടിന്റെ പര്യായമാണ് ലീഗ് എന്ന് മന്ത്രി അബ്ദുറഹ്മാൻ. ഒരു സമൂഹത്തെ പൊതുജന മധ്യത്തിൽ താറടിക്കാൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാമാണ് ഇന്നലെ ലീഗിന്റെ സമ്മേളന വേദിയിൽ കണ്ടത്. ഇതിലൂടെ നഷ്ടപ്പെടുന്നത് മഹാന്മാരായ നേതാക്കൾ പടുത്തുയർത്തിയ ലീഗിന്റെ ഐഡന്റിറ്റിയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിവരക്കേടിന്റെ പര്യായം എന്താണോ അത് മുഴുവനാണ് ഇന്നലെ ആ സ്റ്റേജുകളിൽ നടന്ന പ്രസംഗങ്ങൾ. ഒരു സമൂഹത്തെ പൊതുജന മധ്യത്തിൽ താറടിപ്പിച്ച് കാണിക്കുന്ന എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നോ അതൊക്കെ ഇന്നലെ സംഭവിച്ചിട്ടുണ്ട്. നാടകങ്ങൾ അവിടെ ആവേശം അലതില്ലായിരുന്നു. ഇപ്പൊ ആളെ കാണുമ്പോൾ ഇവിടെ നഷ്ടപ്പെടുന്നത് ലീഗിന്റെ ഐഡന്റിറ്റിയാണ്. അതതിന്റെ ബന്ധപ്പെട്ട നേതാക്കൾ മനസ്സിലാക്കിയാൽ നല്ലത്. ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാക്കിയ ലീഗ് വളരെ പ്രയാസപ്പെട്ട് മുൻകാല നേതാക്കൾ പടുത്തുയർത്തിയാണ്, മഹാന്മാരായ നേതാക്കൾ. അപ്പോ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഇതിനെ പ്രയോജനപ്പെടുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞതിനെ പൂർണ്ണമായും പിന്താങ്ങുന്നു. ഒരു സമുദായവും ആരുടെയും അട്ടിപ്പേറവകാശം ഏറ്റെടുക്കണ്ട, അതിനുള്ള പിന്നെ അവകാശവും ആർക്കില്ല. ഇന്നലെയൊക്കെ അദ്ദേഹം പറഞ്ഞ പ്രസംഗങ്ങൾ എന്താ, മുസ്ലിം ലീഗുമായി യോജിച്ചു പോയില്ലെങ്കിൽ എന്നൊക്കെയാണ്, ഭീഷണിയാണ്. ഏതായാലും കേരളത്തിൽ ഇതൊന്നും നടക്കില്ല. തിരൂർ നഗരസഭ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സ്ത്രീ സുരക്ഷയ്ക്കായി തിരൂരിൽ രാത്രി നടത്തം സംഘടിപ്പിച്ചു. നഗരസഭാ ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച യാത്ര തിരുനഗരം ചുറ്റി താഴെപ്പാലത്ത് സമാപിച്ചു. നഗരസഭാ അധ്യക്ഷ എ.പി. നസീമ ഉദ്ഘാടനം ചെയ്തു. ഗാർഹിക പീഡനത്തിനും സ്ത്രീധനത്തിനുമെതിരെയും സ്ത്രീ സുരക്ഷയ്ക്കുമായി തിരൂരിൽ വ്യാഴാഴ്ച രാത്രി ഓറഞ്ച് ദ വേൾഡ് രാത്രി നടത്തം നടത്തി. നഗരസഭ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി തിരൂർ താലൂക്ക് റെസിഡൻസ് അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭാ ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച യാത്ര തിരൂർ നഗരം ചുറ്റി താഴെപ്പാലത്ത് സമാപിച്ചു. നഗരസഭാ അധ്യക്ഷ എ.പി. നസീമ ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് ഇൻസ്പെക്ടർ സജിത, പത്മിനി ഘോഷ്, YMCA സെക്രട്ടറി ഡോക്ടർ ലിബി മനോജ്, ഡോക്ടർ മഞ്ജുഷ ആർ വർമ്മ, IP ഷാജിർ എന്നിവർ പ്രസംഗിച്ചു. ഒരു പുരുഷനോട് നല്ല രീതിയിൽ ഇടപെടാനും അവരെ നമ്മുടെ സ്വന്തമായിട്ട് ചേർത്ത് നിർത്താനും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാനും ശരി തെറ്റുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പെരുമാറാനും അവർക്ക്. അപ്പൊ അതിനുള്ള സൗമനസ്യവും വിനയവും നല്ല മൂല്യങ്ങളും ഉള്ള വ്യക്തികളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുകയും ചെയ്യും. അതാണ് ഡോക്ടർ സുരബില, കൊളകര സതീദേവി, CT റംല, കെ സരോജാദേവി, പി ആസിയ, CDS ചെയർപേഴ്സൺ റജുല തുടങ്ങിയവർ നേതൃത്വം നൽകി. സമാപന സമ്മേളനത്തിൽ കോർഡിനേറ്റർ KK റസാഖ് ഹാജി, DYSP ബെന്നി, SI ജലീൽ കറുത്തേടത്ത്, റെസിഡൻസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഉള്ളാട് രവീന്ദ്രൻ, മനോജ് ജോസ് എന്നിവർ പ്രസംഗിച്ചു. ഒരു ഇടവേള.
വാർത്തകൾ തുടർന്നു. താനൂർ മണ്ഡലത്തിലെ സമ്പൂർണ്ണ കുടിവെള്ള പ്രവൃത്തിയുടെ 1ാം ഘട്ടം പൂർത്തീകരിച്ചു. 3 ടാങ്കുകളുടെ പണി അവസാന ഘട്ടത്തിൽ. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പൂർണ്ണമായും ശുദ്ധജലം ലഭിക്കുന്ന മണ്ഡലമായി താനൂർ മാറുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. താനൂർ ഹാർബറിന്റെ 2ാം ഘട്ട പ്രവൃത്തിയുടൻ ആരംഭിക്കുമെന്നും മത്സ്യത്തൊഴിലാളികളുടെ സൗകര്യത്തിനായി മിനി ഹാർബർ നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു. താനൂരിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായി ആരംഭിച്ച സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയായി. 3 ടാങ്കുകളിൽ 1ന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. ബാക്കിയുള്ളവ 2 മാസത്തിനകം പൂർത്തിയാവുമെന്നും താനാളൂർ പഞ്ചായത്തിൽ 3.5 കോടി രൂപ ചെലവിൽ പുതിയ ഒരു ടാങ്ക് കൂടി നിർമ്മിക്കാൻ അവർ തയ്യാറാകുകയും അതിനായി പണം കണ്ടെത്തുകയും ചെയ്തതായും താനൂർ കുടിവെള്ള പദ്ധതിയുടെ ടാങ്കിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായതായും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. താനൂർ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് കുടിവെള്ള പദ്ധതിക്കുള്ള 71 കോടി രൂപ ഇപ്പോൾ അനുമതിയായിട്ടുണ്ട്. അതും ടെൻഡർ നടപടിയിൽ കടക്കുകയാണ്. അവിടെ സമ്പൂർണ്ണമായിട്ടുള്ള എല്ലാ വീടുകളും എത്ര വീടുണ്ടോ അത്ര വീടുകളിൽ കണക്ഷൻ കൊടുക്കാനാണ് ആ പദ്ധതി. അത് ജൽജീവനല്ല, നേരിട്ട് സർക്കാർ നടത്തുന്ന പദ്ധതി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണ കുടിവെള്ളം ഏത് വീട്ടിലാണ് ആവശ്യം, പ്രത്യേകിച്ച് തീരദേശത്ത് പൂർണ്ണമായും എല്ലാ വിദ്യാലയങ്ങൾ, എല്ലാ വീടുകൾ, അതിൽ BPL കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ട് വെള്ളം ഈ പദ്ധതികളിൽ നിന്നൊക്കെ ലഭ്യമാണ്. BPL കുടുംബങ്ങൾക്ക് പൂർണ്ണമായും സൗജന്യമാണ് ഈ വെള്ളം. അതിനപ്പുറം മറ്റുള്ളവർക്ക് ചെറിയൊരു ഏറ്റവും മിനിമൈസ് ചെയ്തുള്ളൊരു തുക ചാർജ് ചെയ്യേണ്ടത്. കാരണം ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ. അപ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് പറയുകയാണ്. കുന്നുംപുറത്ത് ഇതുമായി ബന്ധപ്പെട്ട ടാങ്കിൻ്റെ പണി ഞാൻ പറഞ്ഞു, വാസ്കോ എന്നുള്ള സ്ഥാപനം, അത് വാട്ടർ അതോറിറ്റിക്കുള്ള സ്ഥാപനം അതിൻ്റെ ഡിസൈനിങ് പൂർത്തിയാക്കുന്നു. നമ്മൾ ടെൻഡർ കഴിയുന്ന പുറപ്പോൾ അതും ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോകും. 26,658 കണക്ഷനുകളാണ് ആദ്യഘട്ടത്തിൽ നൽകുന്നത്. ആവശ്യമായ മുറക്ക് അപേക്ഷിക്കുന്നവർക്ക് കണക്ഷൻ നൽകുമെന്നും 2 ലക്ഷം കണക്ഷൻ നൽകാനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. 186.52 കോടി രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം അടുത്ത 30 ദിവസമാണ് ടെൻഡർ കാലാവധി. ആ കാലാവധി കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് വർക്ക് എഗ്രിമെൻ്റ് വെച്ച് തുടങ്ങാൻ കഴിയും. അതിൽ ചെറിയമണ്ടം പഞ്ചായത്തിനായിട്ട് നമ്മൾ പ്രത്യേകമാണ്. ചെറിയമണ്ടം, പൊന്മണ്ടം, താനാളൂർ, നിറമരുതൂർ പഞ്ചായത്തുകളിലാണ് ഇപ്പോൾ ഈ 5 പഞ്ചായത്തുകളിലെ പണിയാണ് ഇപ്പോൾ ടെൻഡറായിട്ടുള്ളത്. ഈ 26,658 കണക്ഷനുകളാണ് ഇപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ നൽകാൻ പോകുന്നത്. ഈ കണക്ഷനുകൾ നിലവിലുള്ള ആവശ്യകത മനസ്സിലാക്കി ചെയ്തതാണ്. ഇനിയും ആവശ്യമുള്ള ആളുകൾ അവർ അപേക്ഷിക്കുന്നവർക്ക് വീണ്ടും കണക്ഷനുകൾ നമുക്ക് നൽകാൻ കഴിയും. താനൂർ ഹാർബറിന്റെ 2ാം ഘട്ട പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്നും നിരവധി സൗകര്യങ്ങൾ ഒരുക്കിയാണ് ഹാർബർ നിർമ്മാണമെന്നും അദ്ദേഹം പറഞ്ഞു. ഏതൊരു ഹാർബറും നിർമ്മിക്കുമ്പോൾ 2 ഘട്ടമായി തന്നെയാണ് നിർമ്മിക്കുക. കോഴിക്കോട് ഹാർബർ 3 ഘട്ടമായിട്ടാണ് പൂർത്തീകരിച്ചത്. നമ്മൾ 2 ഘട്ടം കൊണ്ട് തന്നെ ഈ ഹാർബറിൻ്റെ പണി പൂർത്തീകരിക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നു. അതും മറ്റ് ഹാർബറുകളില്ലാത്ത നിരവധി സൗകര്യങ്ങൾ നമ്മൾ ഈ ഹാർബറിൽ ഏർപ്പെടുത്തുന്നുണ്ട്. അതിൽ ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നത് പുതിയ ജെട്ടികൾ നിർമ്മിക്കുന്നുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ. അതോടൊപ്പം ലേലപ്പുരയുടെ നിർമ്മാണം നടത്തുന്നു. ഒരു കോൾഡ് സ്റ്റോറേജ് നമ്മൾ നിർമ്മിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗേറ്റ് ഹൗസും അതിൽ ഒരു ആരെങ്കിലും സാധനങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഗേറ്റ് അടക്കമുള്ള ഒരു സെക്യൂരിറ്റി അടക്കമുള്ള സംവിധാനമാണ്. അതുമായി വല നെയ്യുന്നൊരു കേന്ദ്രം നമ്മൾ അവിടെ നിർമ്മിക്കുന്നുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമല്ല നമ്മുടെ എഞ്ചിനുകൾ റിപ്പയർ ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് നമ്മൾ ഇതിലിപ്പോൾ ഈ ടെൻഡറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിനായി മിനി ഹാർബർ നിർമ്മിക്കുമെന്നും അത്യാധുനിക സൗകര്യങ്ങളോടെ മത്സ്യം സൂക്ഷിക്കുന്നതിനുള്ള സ്റ്റോറേജ് സൗകര്യം ഒരുക്കുമെന്നും മന്ത്രി തുടർന്ന് പറഞ്ഞു. CPI ചമരോട്ടം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവനം അതിജീവനം പദ്ധതിയുടെ ഭാഗമായി 5 ഏക്കറോളം വരുന്ന ഭൂമിയിൽ നെൽകൃഷി ആരംഭിച്ചു. ഞാറുനടയിൽ ഉദ്ഘാടനം മുൻ കൃഷി മന്ത്രി VS സുനിൽകുമാർ നിർവഹിച്ചു. ജീവനം അതിജീവനം പദ്ധതിയുടെ ഭാഗമായാണ് CPI ചമരോട്ടം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെൽകൃഷി ആരംഭിച്ചത്. ഞാറുനടയിൽ ഉദ്ഘാടനം മുൻ കൃഷി മന്ത്രിയും CPI സംസ്ഥാന കമ്മിറ്റി അംഗവുമായ VS സുനിൽകുമാർ നിർവഹിച്ചു. സൗദൂർ മണ്ഡലം കമ്മിറ്റി അംഗം റസാഖ് തൂബിൽ അധ്യക്ഷനായിരുന്നു.
പരിപാടിയുടെ ഭാഗമായി VS സുനിൽകുമാറിനെ CPI തിരുപ്പങ്കോട് LC സെക്രട്ടറി ഇസ്മായിൽ ആച്ചിക്കുളം ആദരിച്ചു. മുതിർന്ന കർഷകനായ മായണ്ടി, വനിതാ കർഷക ശാരദ, നെൽകർഷകൻ അസീസ് ചമ്പ്രവട്ടം, യുവ കർഷകൻ AV സുധീർ തുടങ്ങിയവരെ VS സുനിൽകുമാർ ആദരിച്ചു. CPI ജില്ലാ സെക്രട്ടറി PK കൃഷ്ണദാസ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം P കുഞ്ഞുമൂസ, മണ്ഡലം സെക്രട്ടറി കെൻ ഉദയൻ, മോഹനൻ മംഗലം, സുബ്രഹ്മണ്യൻ, പ്രഭാകരൻ നടുവട്ടം, ഇസ്മായിൽ ആച്ചിക്കുളം, വിവിധ രാഷ്ട്രീയ കക്ഷികളെ പ്രതിനിധീകരിച്ച് ബാപ്പുട്ടി, AV മനോജ്, രാഘവൻ, പാടശേഖര കൺവീനർമാരായ KT ബാവ, സെയ്താലി, കൃഷി ഓഫീസർ ഫസീല തുടങ്ങിയവർ സംസാരിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സംസ്ഥാന നികുതി കുറയ്ക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി BMS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. തിരുസിറ്റി ജംഗ്ഷനിൽ നടന്ന ധർണ BMS സംസ്ഥാന സെക്രട്ടറി C ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സംസ്ഥാന നികുതി കുറയ്ക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GSTയിൽ ഉൾപ്പെടുത്തുക, വിലക്കയറ്റം നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BMS മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. BMS സംസ്ഥാന സെക്രട്ടറി C ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയാണ് നിർമ്മാണ മേഖല. ആ നിർമ്മാണ മേഖല വിഫലമായിക്കൊണ്ട് ഭൂരിഭാഗം തൊഴിലാളികളും നമ്മൾ ഉൾപ്പെടെ സാധാരണക്കാർക്ക് ഉൾപ്പെടെ വീട്ടിൽ അരിവെച്ച് കഴിക്കുന്നത് നിർമ്മാണ മേഖലയിൽ ജോലിയെടുത്തോളം ആ നിർമ്മാണ മേഖല വിഫലമാക്കി സർക്കാർ. നമുക്കറിയാം ധനവന്തകളുടെ കാര്യം. ഇന്ന് രാജ്യത്ത് മണൽ ലഭിക്കാനില്ല, കേരളത്തിൽ മണൽ ലഭിക്കാനില്ല. പക്ഷേ ഈ സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ വെറും 10 ലിറ്ററിന് കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഡാമുകളിൽ കേരളത്തിന് ആവശ്യമായ 25 കൊല്ലത്തിന് ആവശ്യമായ മണൽ കേരളത്തിലെ ഡാമുകളിൽ കിട്ടും. മാത്രമല്ല 2 പ്രളയം നേരിട്ട കേരളത്തിൽ ആ പ്രളയപ്പുഴം എല്ലാ പുഴകളും തോടുകളും മണലുകളും നിറഞ്ഞിരിക്കും. ഇപ്പൊ സാധാരണ ചെറിയൊരു മഴ വന്നാൽ പോലും പുഴകൾ കവിഞ്ഞൊഴുങ്ങി അതിന്റെ വശങ്ങളിലുള്ളവർക്ക് വെള്ളം കയറുന്ന സാഹചര്യം. ആ പുഴകളിലൂടെ മണൽ നീക്കം ചെയ്താൽ മാത്രം മതി കേരളത്തിന്റെ നിർമ്മാണ മേഖലയിൽ മണൽക്ഷാമം പരിഹരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. ജില്ലാ പ്രസിഡന്റ് V ചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി L സതീഷ്, KP മുരളീധരൻ, C ദേവുണ്ണി, NV രാജേഷ്, T മോഹനൻ, O ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. കേരളത്തിൽ ഇന്ന് 3972 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിന് 66,788 സാമ്പിളുകളാണ് പരിശോധിച്ചത്. മലപ്പുറം ജില്ലയിൽ 157 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് നിന്ന് 3972 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം 690, എറണാകുളം 658, കോഴിക്കോട് 469, തൃശൂർ 352, കോട്ടയം 332, കണ്ണൂർ 278, കൊല്ലം 261, പത്തനംതിട്ട 164, മലപ്പുറം 157, ആലപ്പുഴ 152, ഇടുക്കി 144, പാലക്കാട് 123, വയനാട് 105, കാസർഗോഡ് 87 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിടെ 66,788 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 31 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീം കോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 309 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്താകെ മരണം 42,579 ആയി. അലൂമിനിയ കലം തലയിൽ കുരുങ്ങിയ കുരുന്നിന് രക്ഷകരായി അഗ്നിരക്ഷാസേന. പുത്തൻപീടിയ സ്വദേശി പ്രമോദിന്റെ മകൻ ആദിൽ ദേവിന്റെ തലയിലാണ് അലൂമിനിയ പാത്രം കുടുങ്ങിയത്. പാത്രം മുറിച്ചു മാറ്റി കുഞ്ഞിനെ രക്ഷിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് പുത്തൻപീടിക അങ്കണവാടിക്ക് സമീപം താമസിക്കുന്ന കുന്നത്ത് പ്രമോദിന്റെ മകൻ ആദിൽ ദേവിന്റെ തലയിൽ അലൂമിനിയ പാത്രം കുടുങ്ങിയത്. തൊട്ടടുത്ത അങ്കണവാടി ടീച്ചർ ഇന്ദിര താനൂർ ഫയർ സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. ഇതനുസരിച്ച് ഫയർഫോഴ്സ് അംഗങ്ങൾ ഉടൻ തന്നെ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫസ്റ്റ് റെസ്പോൺസ് വെഹിക്കിളുമായി സംഭവ സ്ഥലത്തെത്തി. ഷീറ്റ് കട്ടർ ഉപയോഗിച്ച് നിമിഷങ്ങൾക്കകം തന്നെ പാത്രം മുറിച്ചു മാറ്റി കുട്ടിയെ മോചിപ്പിച്ചു. ഒന്നുകൂടി കയറ്റിച്ചാളി, ഒന്നുകൂടി കയറ്റിച്ചാളി, എന്നിട്ട് കൈ താനൂർ ഫയർ സ്റ്റേഷന് അടുത്തിടെയാണ് പുതിയ ഫസ്റ്റ് റെസ്പോൺസ് വെഹിക്കിൾ ലഭിച്ചത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മദനമോഹനൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സഫ്താർ, റാസിഫ്, വിനയശീലൻ, പ്രഭുലാൽ, അക്ഷയ് കൃഷ്ണൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വഖഫിന്റെ പേരിൽ ലീഗ് ഒഴുക്കുന്നത് കള്ളക്കണ്ണീരാണെന്ന മന്ത്രി വി അബ്ദുറഹ്മാൻ. വഖഫ് സ്വത്തുകൾ കൈയടക്കിയവർക്കെതിരെ ലീഗ് നടപടിയെടുക്കുന്നില്ല. ലീഗ് സമുദായത്തെ വഞ്ചിക്കുകയാണെന്നും സമരത്തിലൂടെ ബോധ്യമായെന്നും മന്ത്രി. വിവരക്കേടിന്റെ പര്യായമാണ് ലീഗെന്നും മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞു. കൊറിയർ പാഴ്സൽ സംവിധാനങ്ങളുടെ മറവിൽ മയക്കുമരുന്ന് കടത്ത് വ്യാപകമാകുന്നുവെന്ന് പരാതി. എക്സൈസ് പരിശോധന ആരംഭിച്ചു. പരിശോധന നടത്തുന്നത് മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ. പരിശോധന ജില്ല മുഴുവൻ വ്യാപിപ്പിക്കും. +1 79 താൽക്കാലിക അധ്യാപക ബാച്ചുകൾ അനുവദിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെയും ആവശ്യം അനുസരിച്ച സയൻസ് ബാച്ചുകളുടെ എണ്ണം 20 ആക്കി. കൊമേഴ്സിന് 10ഉം ഹ്യൂമാനിറ്റീസിന് 49ഉം അധിക ബാച്ചുകൾ. താനൂർ മണ്ഡലത്തിലെ സമ്പൂർണ്ണ കുടിവെള്ള പ്രവൃത്തിയുടെ 1ാം ഘട്ടം പൂർത്തീകരിച്ചു. 3 ടാങ്കുകളുടെ പണി അവസാന ഘട്ടത്തിൽ. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പൂർണ്ണമായും ശുദ്ധജലം ലഭിക്കുന്ന മണ്ഡലമായി താനൂർ മാറുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. കേരളത്തിൽ ഇന്ന് 3972 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിടെ 66,788 സാമ്പിളുകളാണ് പരിശോധിച്ചത്. മലപ്പുറം ജില്ലയിൽ 157 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.